ഹലോ, ഇന്നിപ്പോൾ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു 7:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. 7:45 ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഡിന്നർ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്ക് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇന്ന് സ്പെഷ്യലായിട്ട് നേരത്തെ തന്നെ ഞാൻ പെപ്പർ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ അവിടെ നമ്മുടെ പൊറോട്ടയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതിരിക്കുന്നുണ്ട്. അപ്പം ഒരു കൊതിയായി പൊറോട്ട വാങ്ങാമെന്ന്. അങ്ങനെ ഞാൻ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. ഞങ്ങൾ പൊറോട്ടയ്ക്ക് കഴിക്കൽ സാധാരണ കുറവാണ്. വൈകുന്നേരം ചപ്പാത്തി, ദോശ, ഇഡലി അങ്ങനെ എന്തെങ്കിലുമാണ് കേട്ടോ കഴിക്കാറ്. ചോറ് കഴിക്കലും വളരെ കുറവാണ്. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കും. ഒരു 8 o'clock ആ ഒരു ടൈമിൽ ഭക്ഷണം കഴിക്കും. ചോറ് കഴിവതും ഒഴിവാക്കാറാണ്. ചോറ് കഴിക്കില്ല. അതിന് പകരം ചപ്പാത്തി, പുട്ട്, ഇഡലി, ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊറോട്ട ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. നാളെ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ പൊറോട്ട ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ പൊറോട്ട പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. ഞാൻ സ്പ്രെയർ കൊണ്ട് ഒന്ന് നോൺ സ്റ്റിക്ക് പാനിൽ സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ പൊറോട്ട ഇട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെപ്പർ ചിക്കൻ ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചു. ബാക്കിയുള്ള പൊറോട്ട പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. രാത്രി പൊറോട്ട കഴിക്കുമ്പോൾ ഭയങ്കര ഹെവി ആയിരിക്കും. കാരണം പൊറോട്ട എപ്പോഴും ഹെവി ആയിട്ടുള്ള ഒരു ഫുഡാണല്ലോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് നേരത്തെയെങ്കിലും കഴിക്കാൻ നോക്കണേ. എല്ലാവരും പൊറോട്ട കഴിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ലോണം വെള്ളവും കുടിക്കണം. അപ്പം ഞാനിത് പെട്ടെന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. കറി തണുത്തുപോയി. 5 മണിക്ക് ഉണ്ടാക്കിയതല്ലേ. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചു. രാവിലെ പാല് ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ബൂസ്റ്റും കൂടി ഉണ്ടായിരുന്നു, ചെറിയ സാഷേ പാക്കറ്റ്. അപ്പോൾ അതിട്ട് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും നല്ല തണുത്ത പാലും ഒരു 4 ഐസ് ക്യൂബും കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഷേക്ക് റെഡിയായി കേട്ടോ. അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടി. നല്ല തണുത്ത ഷേക്ക്. ശരിക്കും ആ ഒരു ഉച്ച സമയത്തൊക്കെ കഴിക്കണം നല്ല തണുത്ത ഷേക്ക്. പക്ഷേ ഇപ്പോൾ രാത്രിയായി, കുഴപ്പമില്ല. അപ്പം ഞാനതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. നല്ല തിക്കായിട്ട് വരണം. ഇതിൽ അധികം വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ മാറുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ പൊറോട്ടയൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോന് കൊടുക്കുകയാണ്. ഒരു പൊറോട്ടയും കുറച്ച് ചിക്കനും അതിൻ്റെ ഗ്രേവിയൊക്കെ ആയി അവന് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കൊടുത്തു. അപ്പോൾ മോൾക്കുള്ളതും കൂടി എടുത്തു കൊടുക്കുകയാണ്. അവൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്കും എടുത്തു കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയും 8 മണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 8 മണിയാകുമ്പോൾ തന്നെ നിങ്ങൾ ഡിന്നർ കഴിക്കൂട്ടെ എല്ലാ ദിവസവും. അപ്പോൾ ഞാനും എടുത്ത് ഒരു ഗ്ലാസ് ഷേക്കും കൂടി എടുത്ത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഷേക്ക്. ആ ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവറും മിൽക്കും ഒക്കെ ആകുമ്പോൾ ഹെൽത്തി ആണല്ലോ ഷേക്ക് എപ്പോഴും. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കട്ടെ. നിങ്ങൾ ഡിന്നർ കഴിച്ചോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.